തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുത ലൈനിൽ തട്ടി വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെയും വൈദ്യുതി ബോർഡിന്റെയും അനാസ്ഥ വ്യക്തം. സ്കൂളിൽ മതിയായ സ്ഥലമുണ്ടായിട്ടും 3 ഫേസ് വൈദ്യുത ലൈനിന് തൊട്ടുതാഴെ സൈക്കിൾ ഷെഡ് നിർമ്മിക്കാൻ അധികൃതർ കാട്ടിയ വ്യഗ്രതയാണ് കുട്ടിയുടെ ജീവനെടുത്തത്. അനുമതിയൊന്നും തേടാതെ ലൈനിന് തൊട്ടുതാഴെ ഇരുമ്പ് തൂണുകൾ ഉയർത്തി. ഷെഡ് കെട്ടിയതിനു പിന്നിലെ അശാസ്ത്രീയത അന്നു തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. സ്കൂളിന്റെ ക്ലാസ് മുറികളോട് ചേർന്നാണ് വൈദ്യുത ലൈൻ കടന്നു പോകുന്നത്. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് വൈദ്യുതി ബോർഡിന് കത്ത് നൽകാനോ ശക്തമായി ആവശ്യപ്പെടാനോ മാനേജ്മെന്റ് മുന്നോട്ട് വന്നില്ല. സ്കൂളിന് പിന്നിലുള്ള ഗേൾസ് സ്കൂളിലേക്കും ഒരു വീട്ടിലേക്കും വൈദ്യുതി എത്തിക്കാൻ മറ്റു വഴികളുണ്ടായിട്ടും വൈദ്യുതി ബോർഡ് അതിന് തയ്യാറായില്ല. റോഡിൽ നിന്ന് 5 അടി താഴ്ചയിലാണ് സ്കൂൾ മൈതാനം. ഇവിടെ 100 മീറ്ററിലധികം നീളത്തിലാണ് വൈദ്യുത ലൈൻ വലിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്നും തൂണുകളില്ലാത്തതിനാൽ ലൈൻ ചാഞ്ഞ് സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയോട് ചേർന്നു കിടക്കുകയാണ്. മെയ് മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് വിവിധ വകുപ്പ് അധികൃതരുടെ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ ഇതേപ്പറ്റി ചർച്ചകൾ ഉണ്ടായെങ്കിലും തുടർ നടപടികൾ എടുക്കാൻ ആരും താല്പര്യം കാട്ടിയതേയില്ല. രാവിലെ 9 മണിയാകുമ്പോൾ തന്നെ തേവലക്കര ബോയ്സ് സ്കൂൾ മൈതാനത്ത് ആരവങ്ങൾ നിറയും. പ്ലാസ്റ്റിക് കുപ്പിയും ചെരുപ്പും പന്താക്കിയുള്ള ഫുട്ബോൾ കളി, ചെളിവെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് കളിസ്ഥലത്ത് കൂടിയുള്ള ഓട്ടം, കൂട്ടുകാരെ ഉച്ചത്തിൽ വിളിച്ചും കുറുമ്പ് കാട്ടിയും വിദ്യാലയമുറ്റത്ത് അവർ ഉത്സവാന്തരീക്ഷം ഒരുക്കും. അച്ചടക്കം ഉറപ്പാക്കാൻ അധ്യാപകർ മൈതാനത്തും ക്ലാസ് മുറികൾക്ക് സമീപവും ഉണ്ടാകാറുണ്ട്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്കും ഇതുതന്നെയായിരുന്നു സ്കൂളിലെ അന്തരീക്ഷം. മൈതാനത്തോട് ചേർന്നുള്ള 8ബിയിലും ബഹളത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ചെരുപ്പെറിഞ്ഞായിരുന്നു അവിടുത്തെ കളി. ആവേശമേറിയപ്പോൾ ചെരുപ്പ് തൊട്ടു പിന്നിലുള്ള സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണു. ചിരിമാഞ്ഞ മുഖങ്ങളായി ക്ലാസ്സിലാകെ. ചെരുപ്പ് ഞാനെടുക്കാമെന്നും പറഞ്ഞ് ആവേശത്തോടെ മിഥുൻ മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ചിലർ വിലക്കി. മേൽക്കൂരയിലെ ഷീറ്റിൽ അവന്റെ കാൽ വഴുതി. വൈദ്യുത ലൈനിലേക്ക് ചാഞ്ഞപ്പോഴും പിടഞ്ഞപ്പോഴും ഒന്നും അപകടത്തിലാണ് കാര്യങ്ങളെന്ന് അവർക്ക് ബോധ്യമായതേയില്ല. കാര്യങ്ങൾ കൈവിട്ടെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവർ ഉറക്കെ കരഞ്ഞു. അധ്യാപകർ ഓടിയെത്തി. മിഥുനെ താഴെ എത്തിക്കുമ്പോൾ ഭയമായിരുന്നു കൂട്ടുകാർക്ക്. പിന്നീട് മരണവിവരം അറിയുമ്പോൾ വിങ്ങലടക്കാനായില്ല മിഥുന്റെ ക്ലാസ് ടീച്ചർ റൂബിക്കും മലയാളം അധ്യാപിക സുനിതയ്ക്കും മറ്റധ്യാപകർക്കും. അവന്റെ മുഖം മറക്കാൻ കഴിയില്ലെന്ന് കൂട്ടുകാരൻ റിസ്വാൻ. നിമിഷങ്ങൾക്കകം ജനപ്രതിനിധികളും രക്ഷകർത്താക്കളും നാട്ടുകാരും സ്കൂളിലേക്കെത്തി. ആശങ്കയായിരുന്നു ആ മുഖങ്ങളിൽ. പ്രാർത്ഥനയും ആരവങ്ങളും ഉയരേണ്ട 10 മണിക്ക് വിതുമ്പലുകളായിരുന്നു വിദ്യാലയമാകെ. 8ബി ക്ലാസ്സിൽ മിഥുന്റെ ബാഗ് മാത്രം മേശപ്പുറത്തുണ്ടായിരുന്നു. കണ്ടുനിന്നവരെയെല്ലാം അത് കണ്ണീരിലാഴ്ത്തി. മണിക്കൂറുകൾക്കുള്ളിൽ സ്കൂൾ പരിസരം പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു. ഗേറ്റടച്ചതോടെ പലരും മതിൽ ചാടിയും മറ്റും അകത്ത് കയറി. പ്രതിഷേധവും ഉപരോധവും മുദ്രാവാക്യം വിളികളുമായി. പിന്നീട് റൂറൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സേനാംഗങ്ങളും സ്ഥലത്തെത്തി. മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ്, ജനറൽ സെക്രട്ടറി TKA ഷാഫി എന്നിവർ അറിയിച്ചു. മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായും ഇതിൽ അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. വിശദ റിപ്പോർട്ട് അടുത്ത ദിവസം ലഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി മന്ത്രി മിഥുന് ആദരാഞ്ജലി അർപ്പിച്ചു. ധനമന്ത്രി KN ബാലഗോപാലും ഒപ്പമുണ്ടായിരുന്നു. ഓരോ സ്കൂൾ തുറപ്പും കഴിഞ്ഞാൽ ദുരന്ത വാർത്തകൾ പതിവാകുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ വിദഗ്ധനായ മുരളി തുമ്മാരക്കുടി സ്കൂൾ സുരക്ഷയെപ്പറ്റി മാർഗരേഖ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 2013 ജൂണിൽ തയ്യാറാക്കിയ ആ മാർഗരേഖയിൽ സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കണമെന്നും അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു. കളിച്ചെരികളുമായി വലിയ പാടം കിഴക്ക് ഗ്രാമത്തിൽ ഓടി നടന്നിരുന്നു മിഥുൻ. റോഡരികിൽ അങ്കണവാടിക്ക് എതിർവശത്തെ അതിവിശാലമായ മൈതാനത്ത് കാൽപന്ത് കളിച്ച് നിറച്ചിരിയോടെ അവൻ മടങ്ങുന്നത് മനസ്സിൽ നിന്ന് മായുന്നില്ലെന്ന് അയൽവാസികളും പറഞ്ഞു. ഇല്ലായ്മകൾ ഏറെ ഉണ്ടായിട്ടും എല്ലാം മറന്ന് ഉല്ലസിച്ച് നടന്നിരുന്ന അവൻ മനുവിന്റെയും സുജയുടെയും പ്രതീക്ഷയായിരുന്നു. നിർമ്മാണ തൊഴിലാളിയാണ് മനു. പൂവത്തൂർ സ്വദേശിയായ സുജ വീടുകൾ വൃത്തിയാക്കാനും മറ്റും പോയിരുന്നു. കായലോരത്ത് ഇവരുടെ ചെറിയ വീട് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴ പെയ്താൽ മിക്കപ്പോഴും വെള്ളം വീടിനകത്താകും. അതുകൊണ്ട് തന്നെ മിഥുനും പട്ടക്കടവ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അനുജൻ സുജിനും അല്പം അക്കലെയുള്ള അമ്മൂമ്മയ്ക്കൊപ്പമാണ് അന്തിയുറങ്ങാറ്. ലൈഫ് പദ്ധതിയിൽ ഇവർ വീടിന് അപേക്ഷിച്ചിരുന്നെങ്കിലും ലഭിച്ചില്ലെന്ന് അയൽവാസികൾ പറയുന്നു.
മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, ചെറിയൊരു വീടുണ്ടാക്കണം. മുന്നിൽ മറ്റു വഴികളൊന്നും തെളിയാതിരുന്നതോടെ മനസ്സില്ലാ മനസ്സോടെയാണ് സുജ കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. ദിവസവും മക്കളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാവിലെയും വിളിച്ചു. വ്യാഴാഴ്ച രാവിലെ മനുവാണ് മിഥുനെ സ്കൂളിൽ എത്തിച്ചത്. കുട്ടികളെ നോക്കിയിരുന്ന മനുവിന്റെ അമ്മ മണിയമ്മ തൊഴിലുറപ്പ് ജോലിക്കും പോയിരുന്നു. 9:30 മിഥുൻ അപകടത്തിൽപ്പെട്ട വിവരം ഇരുവരും അറിഞ്ഞത്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെത്തിയ മനുവിന് മകന്റെ മരണവാർത്ത ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല. മിഥുൻ ഷോക്കേറ്റ് മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച മിഥുന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരവാദികളായവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂൾ മാനേജർക്കും അധികൃതർക്കുമെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സർക്കാർ സ്കൂളുകളിലടക്കം നടമാടുന്ന കൊടിയ അനാസ്ഥയുടെ രക്തസാക്ഷിയാണ് മിഥുൻ എന്ന 8ാം ക്ലാസ്സുകാരൻ. ഉത്തരവാദികളെ മുഖം നോക്കാതെ ശിക്ഷിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. മിഥുൻ സർക്കാർ അനാസ്ഥയുടെ ഇരയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അഭിപ്രായപ്പെട്ടു. എയ്ഡഡ് സ്കൂളുകൾ പോലും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എത്രത്തോളം കുത്തഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. സ്കൂളിന് ഫിറ്റ്നസ് ഉൾപ്പെടെ എങ്ങനെ ലഭിച്ചെന്നത് പരിശോധിക്കണമെന്നും ഫിറ്റ്നസ് നൽകിയ അധികൃതർക്കെതിരെയും മാനേജ്മെന്റിനെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണവും മാതൃകാപരമായ നടപടിയും ഉണ്ടാക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MPയും അഭിപ്രായപ്പെട്ടു. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ സംവിധാനം ഒരുക്കുന്നതിലുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് മരണകാരണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സംഭവത്തിൽ പരസ്പരം പഴിചാരാതെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റിയും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും പരിശോധിച്ച് പരിഹാരം കാണുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ പറഞ്ഞു. സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാകില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞത്. ജില്ലയിലെ പല സ്കൂളുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും സുരക്ഷാ ഓഡിറ്റിംഗ് അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കത്തയച്ചതായി വിഷ്ണു സുനിൽ പന്തളം അറിയിച്ചു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി D ഷൈൻ ദേവ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.